ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് തൃശ്ശൂരിലുള്ള നമ്മുടെ സുവോളജിക്കൽ പാർക്കിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വേറെ കാര്യത്തിനൊക്കെ പോയതാണ്. പക്ഷെ അവിടെ ഇപ്പം നമ്മുടെ തൃശ്ശൂരിലൊരു സൂ വന്നു പറഞ്ഞാൽ ആരെ പോവാത്തതില്ലേ. അപ്പോൾ നമ്മൾ പോയി. നല്ല അടിപൊളി സ്ഥലമാണ്. ഇത്രയും 350 ഏക്കർ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു സൂ ഉണ്ടാക്കിയിട്ടുള്ളത്. ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അഡൾട്ടിന് 20ഉം ചെറിയവർക്ക് 10 ആണെന്നാണ് എൻ്റെ ഓർമ്മ. കുറേ ആയി പോയിട്ട് ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നതെന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ എനിമൽസ് എന്ന് പറയാൻ അധികം എനിമൽസ് ഒന്നുമില്ല. ഞങ്ങൾ വീഡിയോ കണ്ടു പോയതാണ്. പക്ഷേ വീഡിയോയിൽ വേറെ വീഡിയോസിലൊക്കെ കുറേ വേറെ ഏതൊക്കെയോ എനിമൽസിൻ്റെ ആയിരുന്നു. അതൊന്നും ഞങ്ങൾ അവിടെ കണ്ടില്ല. പക്ഷേ ഈ ഒരു ഭാഗം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ നമുക്ക് ബസ്സിലൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഒരു അടിപൊളി സ്പോട്ടാണ്. ഇവിടെ പോണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ നട്ടുച്ച 2 മണിക്കാണ് പോയത്. അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ കണ്ട എനിമൽ എന്ന് പറഞ്ഞാൽ ക്രോക്കഡൈലാണ്. അവിടെ കിടക്കുന്നത് ക്രോക്കഡൈലാണ്. പിന്നെ വേറൊരു സൈഡിൽ നിന്ന് വേറൊരു വ്യൂ പോയിൻ്റ് പോയി നോക്കിയപ്പോൾ കറക്റ്റ് കണ്ട്. ഇത് നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷെഡ് പോലെ ആക്കി വെച്ചേക്കാണ്. ചിലയിടത്തൊക്കെ ഒരു ഇരിക്കണ ഭാഗമൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ ഫാനൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നടക്കാനുണ്ട്. നടക്കാൻ പറ്റുന്നവർ പോയാൽ മതി എന്ന് ഞങ്ങൾ പറയുള്ളൂ. കാരണം കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. എന്നിട്ട് നല്ല പക്ഷെ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അവിടേക്കൂടെ നടക്കാൻ. പക്ഷെ അങ്ങനെ എനിമൽസ് എന്ന് പറയാൻ സൂ എന്ന് പറയുന്ന എനിമൽസ് ആണല്ലോ അവിടെ മെയിനായിട്ട് ഉണ്ടാവുക. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇത് അധികം കണ്ടില്ല. അവിടെ ഈ ചീറ്റ, ടൈഗർ, സ്ക്വിരൽ, പിന്നെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. ഡിയർ ഉണ്ടായിരുന്നു. 2-3 ടൈപ്പ് ഡിയർ ഉണ്ടായിരുന്നു. പിന്നെ ഈഗിള് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്വാന്, ഡക്ക്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ മിക്കതും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ചിലതൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാത്തതുള്ളത്. ഞാൻ മറന്നു പോയതാണ്. അതൊരു അടിപൊളി സ്ഥലമാണ്. അവിടെ നടക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ കുറേ നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ വേറെ എവിടെയും സൂ ഇല്ല എന്നാണ്. പിന്നെ ഏഷ്യയിലോ ഇന്ത്യയിലോ ഏറ്റവും വലിയൊരു സൂവും കൂടിയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂരിൽ വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എനിമൽസ് ഈ സൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാൽ അടിപൊളിയായിരിക്കും. കുറേ മുടിയൊക്കെ ഉള്ള ഒരു അണ്ണാനെ കണ്ടു കേട്ടോ ഞങ്ങൾ. പിന്നെ ആ പീലിയുള്ള മയിലൊന്ന് പീലി വിടർത്തണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. പീലി വിടർത്തിയില്ല. മോശമായിപ്പോയി ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രൊക്കഡൈലിനെ നല്ല ഇതിൽ കാണാമെന്ന്. ഇത് ഒരു ടൈപ്പ് സാധാരണ പോലത്തെ ഒരു ഡിയറാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടൈപ്പ് ഡിയർ കാണാം. ഒരു കാണാൻ ഒരു ഭംഗിയില്ലാത്തൊരു ഡിയറായിട്ടാണ് കേട്ടോ തോന്നിയത്. ഇവിടുന്ന് ആ ആകാശമൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. ഈ ചെടികളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തു നിന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭംഗിയില്ലാത്തൊരു മാനായിരുന്നു. ആദ്യത്തെ മാനിന് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് നിന്നിട്ട് അവിടെ ഒരു ഫാനുണ്ട്. പിന്നെ ഇരിക്കണ ഒരു സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് ബസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് ചെല്ലാനാണ് ഞങ്ങളോട് പറയുന്നത്. ഫസ്റ്റ് സ്റ്റോപ്പിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ പറയുന്നത് സെക്കൻഡ് സ്റ്റോപ്പിലേക്ക് പോകുക. സെക്കൻഡ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോൾ പറയുന്നത് തേർഡ് സ്റ്റോപ്പിലേക്ക് പോകുക. സാധാരണ 2 ബസ്സാണ് ഉണ്ടാവുക. ഞങ്ങൾ പോണ ദിവസം ആകെ ഒരു ബസ് ഉണ്ടായിരുന്നുള്ളൂ. അത് തേർഡ് സ്റ്റോപ്പ് വരെ ഞങ്ങൾ നടന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ വ്യൂ പോയിൻറ്റും ബസ്സിലിരുന്ന് കണ്ട് പോയത്. ഇതാണ് അവിടെ ഉള്ളൊരു കഫേ. ഈ വീഡിയോ ഇപ്പം അധികം ക്ലിയർ ഉണ്ടാവില്ല. കാരണം ഇത് ബസ്സിൽ നിന്ന് എടുത്താണ്. ബസ് കുലുങ്ങൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ കുറച്ച് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ടാവും. അതിന് സോറി. പിന്നെ ബസ്സിൽ പോകാനും ബസ് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭാഗ്യത്തിനൊരു സീറ്റ് കിട്ടി. ഉമ്മാക്കും കിട്ടി, ദീദിക്ക് കിട്ടിയില്ല.
ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വേറെ 5 മിനിറ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.